തെരഞ്ഞെടുപ്പ് കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ അൻവർ പറഞ്ഞു, UDF പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങളും പറഞ്ഞു. അത്രയും. അല്ല, അതൊക്കെ കാത്തിരുന്ന് കാണാം. മധ്യസ്ഥൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ലീഗ് മധ്യസ്ഥ വഹിക്കേണ്ട ആവശ്യമില്ല. UDF ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടായിട്ടാണ്. അല്ല, ഈ ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ എല്ലാവരുടെയും വോട്ടുകൾ UDF കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതിനനുസരിച്ചുള്ള നിലപാടുകൾ UDF സ്വീകരിക്കും. സമ്മർദ്ദം ചെലുത്തി ശരിയാണോ? പക്ഷേ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല, UDF പ്രവേശനം പറഞ്ഞിട്ടില്ല, ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം. ലീഗ് ചർച്ച നടന്നു. അപ്പോ PV അൻവർ സ്ഥാനാർത്ഥി പിന്മാറുമോ, മത്സരിക്കുമോ? അല്ലെങ്കിൽ അതൊക്കെ കാത്തിരുന്ന് കാണാവുന്നതല്ലേ. നമ്മളെന്തിനാ സാങ്കല്പിക ചോദ്യം ചോദിക്കുന്നത്? ഏതായാലും UDF കൂടെ ഈ ഗവൺമെന്റിന്റെ നിലപാടുകൾ എതിർക്കുന്ന എല്ലാ മനുഷ്യരും ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെ ആരും 2-3 ദിവസമൊന്നും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല, ഞങ്ങളുടെ സംസാരത്തിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങള് അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണുന്നു. ഓഫ് കോഴ്സ്, തീർച്ചയായും കോൺഗ്രസ് അറിയാതെ ലീഗ് ഒറ്റ കാര്യങ്ങൾ തീരുമാനിക്കൂ. എല്ലാ UDF ഘടകകക്ഷികളുമായും അറിഞ്ഞിട്ട് UDF തീരുമാനം ഉണ്ടാവുള്ളൂ. ഇന്നലെ PV അൻവർ നടത്തിയ പ്രതികരണം അതൊരു അല്പം കടന്നതാണ്. അത് ഇന്നലെയല്ലേ, അത് കഴിഞ്ഞിട്ട് ദിവസം മണിക്കൂർ എത്രയാ? PV അൻവർ മയപ്പെടുത്തും, നിലപാട് മയപ്പെടുത്തും. ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. സംസാരങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ലീഗ് മധ്യസ്ഥ ചർച്ച നടത്തും എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അപ്പം ലീഗിന് ഇതിൽ എന്താണ് ഇനി റോള് എന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവ് ഒരു ഭാഗത്ത് പറയുന്നു അൻവർ നിലപാട് വ്യക്തമാക്കട്ടെ. അൻവർ പറയുന്നു 2 ദിവസത്തിനകം നിലപാട് പറഞ്ഞിട്ടില്ലെങ്കിൽ താൻ മത്സരിക്കുമെന്ന് പറയുന്നു. അപ്പം ഇതിൽ എന്താണ് ഇനിയുള്ള ഈ മണിക്കൂർ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2 ദിവസം വെയിറ്റ് ചെയ്തോ, കഴിഞ്ഞില്ല പ്രശ്നം. അല്ല, അപ്പം മുന്നണി പ്രവേശനം വേഗം ഉണ്ടാവും. മുസ്ലിം ലീഗ് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം തുടരും. മുസ്ലിം ലീഗ് എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ. എല്ലാ പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കണം എന്നാണല്ലോ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും ആഗ്രഹം. ഈ മുന്നണി പ്രവേശനം വൈകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ അൻവർ ഉന്നയിക്കുന്നത്. അപ്പൊ മുന്നണി പ്രവേശനം വേഗത്തിൽ ഉണ്ടാകുമോ? അതാണ് ചോദ്യം. ആരാ പറഞ്ഞത് അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വൈകുന്നത്? അൻവറാണ് പറയുന്നത്. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞത്? ലീഗ് അങ്ങനെ പറഞ്ഞു, നിങ്ങളാ പറയാ? ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞോ ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്? എല്ലാവരും ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, സമാധാനത്തിലും ജനക്ഷേമത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും UDF കൂടെ ഉണ്ടാകണം എന്നാണ് UDF ആഗ്രഹം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇപ്പൊ എവിടെയാണ്? ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കാത്തിരുന്ന് കാണാം. ഉടനെ തീരുമാനം ഉണ്ടാകാത്ത കാര്യം എനിക്കിപ്പോ പറയാൻ പറ്റുമോ? തീരുമാനം ഉണ്ടാവുമ്പോൾ നിങ്ങളെ വിളിച്ച് ആദ്യം പറയും. തീരുമാനം വൈകാൻ എന്താണ് തടസ്സം? പ്രധാനപ്പെട്ട വൈകുന്നുണ്ടോ? ആരാ പറഞ്ഞു വൈകുന്നുണ്ട്? കാരണം അൻവർ നോമിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അൻവറിന്റെ മുന്നണി പ്രവേശനം അതിനുള്ള വെറും അൻവറിനോട് ചോദിക്കണ്ടേ? അൻവറോട് ചോദിച്ചു. അപ്പൊ അൻവർ പറയുന്നത് ലീഗിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുന്നു എന്നാണ്. മധ്യസ്ഥതയിലൊന്നും ചർച്ച നടക്കുന്നില്ല. ലീഗുമായും കോൺഗ്രസിന്റെ പ്രവർത്തകരുമായും UDF മറ്റു ഘടകകക്ഷികളൊക്കെ ഇതിൽ ഇടപെടുന്നു. ഇന്നലെ PV അൻവർ പറഞ്ഞ നിലപാട് അല്പം മയപ്പെടുത്തി. ഈ ചർച്ചയ്ക്ക് ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് ഇന്നലെ പ്രകടിപ്പിച്ചത് എന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. അത് ഈ ചർച്ചയുടെ ഒരു പ്രതിഫലനമാണോ? ചർച്ച വിജയമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ അല്ല, ഏതായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാ റിസൾട്ടും 2 ദിവസം. നിങ്ങൾ ഇതുവരെ വെയിറ്റ് ചെയ്തില്ലേ? കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. അല്ല, ദിവസം ഞാൻ പറഞ്ഞില്ല, വെയിറ്റ് ചെയ്യൂ. 19-നാണ് തെരഞ്ഞെടുപ്പ്. പോളിംഗ് നടക്കുന്നതിന് മുമ്പ് തീരുമാനമായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കും. പോളിംഗ് നടക്കുന്നതിന് മുമ്പ് ഈ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി എന്നോട് ചോദിക്കാം. ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ്. UDF ആത്മവിശ്വാസത്തിലായി. ഇനി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇല്ല, UDF ഒറ്റക്കെട്ടാണ്. കൂടെ കൂട്ടി വിജയിക്കും. അങ്ങനെ തന്നെ
എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ ജനാധിപത്യ വിശ്വാസികളെ മുഴുവൻ കൂടി കൂട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിന് മാത്രം അത്ര കടുംപിടുത്തോ അപ്പോ? ആരാ പറഞ്ഞ് കടുംപിടുത്തുണ്ട്? നിങ്ങളല്ലേ പറയുന്നുള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ അഭിപ്രായം ഇല്ല. അല്ല, അൻവർ വേണമെങ്കിൽ അൻവറിനൊപ്പം തീരുമാനം എടുത്തോട്ടെ, അൻവറിനാണ് തീരുമാനം എടുക്കാമെന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ അദ്ദേഹം പറഞ്ഞ ശൈലി. അദ്ദേഹത്തിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു, മുന്നിൽ നിങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അൻവർ ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് നിങ്ങൾ കൂടെ കൂട്ടുമെന്നുള്ള കാര്യം. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഭൂരിപക്ഷം 20,000-ത്തിന് അപ്പുറം കിടക്കുന്നത്. കൂടെ ഇല്ലെങ്കിലോ? കൂടെ ഇല്ലെങ്കിൽ 50,000. അൻവർ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വിജയ പ്രതീക്ഷയുണ്ട്. അതായത് അൻവർ കൂടെ ഇല്ലെങ്കിൽ അൻവർ അല്ലല്ലോ ഇതില്. അൻവർ എന്ന് പറഞ്ഞാൽ അൻവർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പമുണ്ട്. മുസ്ലിം ലീഗിൽ എല്ലാ മനുഷ്യർക്കും നല്ല പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്.